ഹലോ ഗായ്സ്, ഇന്നിതാ ഞങ്ങളെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി, വണ്ടിയിൽ കയറി നേരെ പോയത് ചായ കുടിക്കാനായിരുന്നു. ചായക്ക് ഞാൻ പുട്ടും മുട്ടക്കറിയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ ബാക്കി എല്ലാവരും പൂരിയായിരുന്നു കേട്ടോ, പൂരിയും ബാജിക്കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഞങ്ങളിതാ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവാണ് കേട്ടോ. ഈ മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ട്രെൻഡായ സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഇങ്ങനൊരു യാത്ര പോകാൻ. പക്ഷെ അന്ന് പറ്റിയിരുന്നില്ല. ഇന്ന് ഏതായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ലൊരു കോടയൊക്കെ കിട്ടി. അപ്പോൾ അവിടെ ഇറങ്ങി കുറേ നേരം നടന്നു, കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കെങ്കിലും ഇതുപോലെയുള്ള യാത്രകളൊക്കെ പോകണം. കാണാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി അവിടുത്തെ ജീവിതവും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ രുചികളും എല്ലാം ഒന്ന് ആസ്വദിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് വാട്ടർഫോൾസിലേക്കായിരുന്നു. അവിടെയും അടിപൊളി വ്യൂ ആയിരുന്നു, നല്ലൊരു തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയിരുന്നത്. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഗാർഡനിലേക്ക് പോയിരുന്നത്. അവിടുന്ന് അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഈ പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങി. വീട്ടിലേക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ബാഗ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിക്കാമെന്നുള്ള രീതിയിൽ വണ്ടിയിൽ കയറി കേട്ടോ. അപ്പോഴാണ് പറഞ്ഞത് ഷൂട്ടിംഗ് പോയിൻറ്റും കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന്. ഷൂട്ടിംഗ് പോയിൻറ്റ് ഒന്നും പറയാനില്ല. ഞങ്ങൾ പോയത് ഒരു 5 മണി 5:30 ആ ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റുണ്ടായിരുന്നു, നല്ലൊരു കാറ്റും നല്ലൊരു തണുപ്പും. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു. ചെറുതായിട്ട് ഞങ്ങൾ റീൽസൊക്കെ എടുത്തു, ഡാൻസ് കളിച്ചു. നല്ല വൈബായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അവിടുത്തെ ഞങ്ങൾ റീൽസും ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ, കമ്പനിയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് നമ്മളൊരു ഇടക്കര എത്തിയപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മളെ കൂടുതൽ അഭിനവ് റിസൈൻ വെച്ച് പോവുകയാണ്. അപ്പോൾ അവനക്ക് ചെറുതായിട്ടൊരു ട്രീറ്റൊക്കെ കൊടുത്തു, ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ പ്രാവശ്യത്തെ ട്രിപ്പ് ഇത്ര അടിപൊളിയാവുന്ന തീരെ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് ഞങ്ങൾ ലേഡീസ് കുറവാണ്, സൂപ്പർ സീനിയേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ സീനിയേഴ്സൊക്കെ ഞങ്ങളെക്കാളും വൈബായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഈ വർഷത്തെ ട്രിപ്പ്. അപ്പോൾ കമ്പനി ടൂറിൻ്റെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.